ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മുടെ ഒരു ഉത്രാട ദിവസമാണ്. ഉത്രാട ദിവസം എന്ന് പറഞ്ഞാൽ ഉത്രാടത്തിൻ്റെ നൈറ്റ്. തിരുവോണത്തിനുള്ള സദ്യ കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ നൈറ്റ് സാധനങ്ങളൊക്കെ പോയി വാങ്ങി വെച്ച് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഹെഡ് എന്ന് വെച്ചാൽ ഒരു പണി എടുത്തില്ലെങ്കിലും ഹെഡാന്ന് പറഞ്ഞ് വെറുതെ നിൽക്കുന്ന ഒരു ഹെഡ്. പിന്നെ ഞങ്ങൾ ഓണം, കഴിഞ്ഞ വർഷത്തെ ഓണം ഇവരുടെ കൂടെ തന്നെയായിരുന്നു. ഇത് വിപിനാട്ടനും ഏഞ്ചലും എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇവരുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം ഉണ്ടായിരുന്നത്. ഞങ്ങൾ രാത്രി തന്നെ അവിടെ സാധനങ്ങളൊക്കെ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരത്തേന് ഞങ്ങളൂടി അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ച്, പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് ഈസി ആയിരുന്നല്ലോ കുക്കിങ് കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്ത് തീർത്താൽ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ എണീറ്റ്, എനിക്ക് തോന്നുന്നു ഒരു 5 മണി അങ്ങനെ എന്തോ എണീറ്റാണ് ഞങ്ങൾ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇന്ന് തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ട് തിരുവോണമൊക്കെ ആകുമ്പോഴത്തേനും പിറ്റേന്നാകുമ്പോഴത്തേനും അധികം ജോലിയൊന്നും ചെയ്യണ്ടല്ലോ, പെട്ടെന്ന് തന്നെ സദ്യ കാര്യങ്ങളൊക്കെ എടുത്താൽ മതിയല്ലോ വിചാരിച്ച് ഞങ്ങൾ തലേന്ന് തന്നെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കലും കുക്കിങ്ങും അന്ന് തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ TV വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഈ പറയുന്ന ഞങ്ങൾ ആരും സദ്യ ഉണ്ടാക്കാൻ അത്ര മിടുക്കന്മാരൊന്നുമില്ല, എന്നാലും ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു നല്ല സദ്യ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ 15 പേരോളം ഉണ്ടായിരുന്നു. 6 ഫാമിലി 3 കുട്ടികളും ഉണ്ടായിരുന്നുള്ളൂ. ഈ നിൽക്കുന്നവനെ കണ്ടോ, ഒരു പണി എടുക്കത്തില്ല, വെറുതെ നിൽക്കും. പിന്നെ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഹെഡ് പിന്നെ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു. ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വീഡിയോയിൽ ഫോക്കസ് ചെയ്യണം, ഞാനാണ് എല്ലാം ചെയ്തത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് മെയിനായിട്ട് പറയണമെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വിപിന. ഈ വീഡിയോ കാണുമ്പോൾ ആ മുഖത്തുള്ള സന്തോഷം ഞാൻ കാണുന്നു. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമാണ് എല്ലാവരോടും ഇങ്ങനെ ഒത്തുകൂടുന്നത്. അന്നേരത്തിന് വേറൊരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ. ലാസ്റ്റ് വീഡിയോയിൽ ഇവരുടെ ആനിവേഴ്സറിക്കായിരുന്നു നമ്മൾ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്കാട്ടും ഓണത്തിനും ക്രിസ്മസിനും അങ്ങനെ എന്തൊരു ഫെസ്റ്റിവൽ വന്നാലും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് പ്രവാസ ലോകത്തുള്ള ആൾക്കാരാണ്. അതായത് പുറത്ത് നാടുകളിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ തന്നെ ആഘോഷിക്കുന്നത്. നമ്മുടെ നാട്ടിലാകുമ്പം നമ്മൾ ഇത്ര ആഘോഷിക്കാറില്ല. എനിക്കറിയില്ല കേട്ടോ, ആഘോഷിക്കുന്നവരുണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ വീടിൻ്റെ അങ്ങോട്ടുള്ള കാര്യം പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടാകത്തുള്ളൂ അവിടെ. ഞാനും ചേച്ചിയും പപ്പയും അമ്മയും അനിയനും ചേച്ചീൻ്റെ ഹസ്ബൻഡ് ചേട്ടായി എല്ലാവരും കൂടി ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ വേറെ ആരും അങ്ങനെ പുറത്തുനിന്നൊന്നും ഞങ്ങൾ അങ്ങനെ ആരും വരത്തില്ല. അങ്ങനെ ഞങ്ങളുടെ അവിയൽ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ചേച്ചി അവിയൽ അങ്ങനെ അടുപ്പിൽ കയറ്റി. പിന്നെ അടുത്ത ആൾ മുളകൊക്കെ അരിഞ്ഞ്. ഇതെന്താണെന്ന് എനിക്ക്, അതായത് മലബാർ ഏരിയയിലോട്ടില്ല, ഇത് കൊല്ലം ആ ഒരു സൈഡിലോട്ടുള്ളൊരു സ്പെഷ്യലാണ്. എന്താ മാങ്ങാ പച്ചടിയോ അങ്ങനെ എന്തോ പറയുന്നത്. അപ്പം ഓൾമോസ്റ്റ് അവിയലിൻ്റെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്തിനായിരുന്നു തേങ്ങ വറുത്തുകൊണ്ടിരുന്നത്? സാമ്പാറിന്. അതായത് ഞാനായിരുന്നു സാമ്പാർ വെക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള തേങ്ങ വറുക്കുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലോട്ട് പ്രത്യേകിച്ച് എൻ്റെ മമ്മി കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ടാണ് സാമ്പാർ വെക്കാറ്. നോർമലും വെക്കുന്നവരുണ്ട് ഇപ്പോൾ. അപ്പം സാമ്പാർ വെക്കുന്നത് ഞങ്ങളുടെ അങ്ങോട്ട് തേങ്ങ വറുത്തരച്ചിട്ടായിരുന്നു. പിന്നെ അന്നേരത്തേനും ഞങ്ങൾക്ക് വിശന്ന്, ഞങ്ങളൊന്നും കുക്ക് ചെയ്തിട്ടില്ലായിരുന്നു വേറെ വീട്ടിൽ. അപ്പം പെട്ടെന്നൊരു മന്തി ഓർഡർ ചെയ്തു. മന്തി കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വരുന്നതിന് മുന്നേ മന്തിയൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇവർ പുറത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു, ഈ ആണുങ്ങൾ. ഞങ്ങൾ ഗേൾസ് ആയിരുന്നു കുക്കിങ്ങിന്. അവിടെ ഇരിക്കുന്ന ഹെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കിംഗ് ചെയ്യാമെന്ന്. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓണത്തിൻ്റെ തലേ ദിവസം. പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് ഓണത്തിൻ്റെ അന്നാണ്. ഓണത്തിൻ്റെ അന്ന് രാവിലെ എണീറ്റ് ഏഞ്ചൽ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കിടന്നപ്പോൾ 2-2:30 എന്തോ ആയി. ഏഞ്ചൽ 7 മണിക്ക് എണീറ്റിട്ടുണ്ട്. ഇതാണ് ഫുഡ്. ഇത്രയും ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് റൂമിൽ പോയതിന് ശേഷമാണ് ഡ്രസ്സ് മാറാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ട് ഡ്രസ്സ് എടുത്തിട്ട് വന്നില്ലായിരുന്നു. അപ്പം സാരിയും മുണ്ടും ഷർട്ടെല്ലാം ഞങ്ങളുടെ എടുത്തായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾക്കൊരു 10 മിനിറ്റ്സ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഓണത്തിൻ്റെ ആഘോഷങ്ങൾക്ക് എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിലേക്ക് കയറുന്ന വഴിയാണിത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഞാൻ പിന്നെ സാരി പ്ലീറ്റ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ പ്ലീറ്റ് ഇതെൻ്റെ എളുപ്പ വഴിയാണ് പ്ലീറ്റ് എടുക്കാനുള്ളത്. നമുക്ക് ആരുടെ സഹായം ഇല്ലാതെ പെട്ടെന്ന് തന്നെ പ്ലീറ്റ് എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് വെച്ചാൽ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി പോകാനുള്ള ധൃതിയായി. ഇതാണ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങി. അപ്പം എൻ്റെ സാരി ഇതായിരുന്നു. ബ്ലൗസ് വേറൊരു ബ്ലൗസ്, അതായത് എൻ്റെ കല്യാണത്തിൻ്റെ ഒരു പൂജേൻ്റെ ബ്ലൗസായിരുന്നു അത്. അപ്പം അതിനകത്തേക്ക് സാരി കുഴപ്പമില്ലായിരുന്നു, മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈകിയെന്നൊക്കെ വിചാരിച്ചു.
സേ ഹാപ്പി ഓണം. ഹൃദയം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Started, okay? Why without us? Why you guys started? ഓക്കെ 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 ശരി ശരി. ഓക്കെടാ. അവിടുന്ന് ഏഞ്ചലായിരുന്നു വിളിച്ചത് ഞങ്ങൾ ഇറങ്ങുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പോകുന്ന വഴിക്ക് മുല്ലപ്പൂ വാങ്ങണം എന്നുണ്ടായിരുന്നു. കാരണം മുടിയിൽ എന്തെങ്കിലും വെക്കണം എന്നുണ്ടായിരുന്നു. ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് അഴിച്ചിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ മുടിയിൽ എന്തെങ്കിലും വെക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷേ മുല്ലപ്പൂ കിട്ടിയില്ല എനിക്ക്. ഓണം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മുല്ലപ്പൂ ഒന്നും ഇല്ല. മുല്ലപ്പൂവൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഓണം സദ്യ കഴിച്ചോ? ഓണം സദ്യ നമ്മൾ തരും. When we will give the baby ഓണം സദ്യ? We'll make. We'll give a call. It's okay. That day we'll make. లేదు ఓణం సెలబ్రేషన్ ఇప్పటి నుంచి క్రిస్మస్ కంటే ఓణం సెలబ్రేషన్ లేండి ఇక్కడ దుబాయ్లో. ఓణం ఈ రోజు స్పెషల్ అంతేగాని ఓణం అనేది జస్ట్ ఈ మంత్ అంతా Tiruvoonam days we are yesterday making first sadyas. ఓణం, today second ఓణం. Yeah, today second Onam. Second Onam is main actually. Yeah. Today is our main Onam, Tiruvoonam. ఎక్కడన్నా ఓణం? Yes. నువ్వు మార్నింగ్ లేచాం నీ పడుకున్నా. കിട്ടുവിൻ്റെ ഇവിടുത്തെ ഒരു ഫാമിലി ഫ്രണ്ടാണ് വിളിച്ചത് ഓണാശംസകൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു കുഞ്ഞു വാവയുണ്ട്. അപ്പം കുഞ്ഞു വാവനോട് സംസാരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചോ? സദ്യ കഴിച്ചോന്ന്. സദ്യ കഴിച്ചോ? നിങ്ങൾ സംസാരിച്ചോ? ആരോട് സംസാരിച്ചു? കഴിച്ചോ പോലെ ആ തിന്നാരാ തിന്നാരാ ആ കഴിച്ചോ തിന്നാരാ കഴിച്ചോ both will say రెండు సేమ్ ఉండేనా? but sounds is different. సౌండ్స్ డిఫరెంట్ అంతే. సౌండ్స్ డిఫరెంట్, రెండు సేమ్ పదాలే. బట్ കഴിക്കൂ കഴിക്കൂ means eat. Something yeah like ఎందడుకువరియో మాట్లాడుతురియో ఎందుకురియో ఏ మాట్లాడుతున్నారు బికాజ్ ఆఫ్ యు ఐ యామ్ నాట్ గెటింగ్ మై తెలుగు. మాట్లాడురియో అయ్యో మౌనతం అయ్యో అయ్యో ఈవినింగ్ చూడం రియో చూడం ఈవినింగ్ కలుద్దాం అయ్యో కలుద్దాం రియో. Okay. Okay. చలో బై టేక్ కేర్. Bye bye. കം കിട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് കയറുമായിരുന്നു. പിന്നെ കണ്ടല്ലോ കഷ്ടപ്പാട് തെലുഗു സംസാരിക്കാനുള്ളത്. തെലുഗു എനിക്ക് കേട്ടാൽ മനസ്സിലാവും, പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ എത്തി ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടുത്തെ മെയിൻ സാറുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇലയൊക്കെ വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുക. കാരണം ഇരിക്കാൻ അധികം വലിയ സ്പേഷ്യസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഉള്ളിടത്ത് ഞങ്ങളെല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നു. പിന്നെ സാരിയും മുണ്ടൊക്കെ ഉടുത്ത് ഫുഡ് ഉണ്ണാനുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു എല്ലാവർക്കും. എല്ലാവരും അങ്ങനെ എപ്പോഴൊന്നും എടുക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഓണം വെക്കേഷൻസ് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ മാത്രം വരുമ്പോഴാണ് ഈ സാരി കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ വിളമ്പി പോകുന്നുണ്ട്. അങ്ങനെ വിളമ്പി ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ സെഷനാണല്ലോ, ബോയ്സിൻ്റെ അവരുടെ ഫോട്ടോ സെഷൻ. ഞങ്ങൾ ഗേൾസിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാൻ മറന്നു ഇതിനകത്ത്. വീട്ടിലെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയി ഒന്ന് ജസ്റ്റ് ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓണത്തിന് മുന്നേ ഫോട്ടോസ് എടുക്കണം. പക്ഷേ അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത് പുറത്ത് പോകാമെന്ന്.
ഇവിടെ കണ്ടോ, ഞങ്ങളുടെ മെയിൻ ഹെഡിന് പാട്ടൊന്നും പാടാണ്ട് അഭിനയിക്കാൻ പറ്റത്തില്ല. ഫുള്ള് പാട്ട് പാടി ക്ലാസ്സായിട്ട് അഭിനയിച്ചു. കുറേ ടേക്കിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ കറക്റ്റ് ചെയ്തത്. അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ഞങ്ങൾ ആകെ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടുകാർ നടത്തുന്ന കുറച്ച് ഷോ ഓഫാണ് ഇനി കാണുന്നത്. ചെക്കൻ വീട്ടുകാർ അവിടെ കിടന്ന് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും കാര്യത്തിലെടുത്തില്ല. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. വീട്ടിൽ വന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പിന്നെ വീട്ടിലിരുന്ന് അൽക്കുൽത്ത് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതാ ഇവർ പോകാനിറങ്ങി. ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി. ഓരോരുത്തരായി പോയി തുടങ്ങിയെന്നല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. ബാക്കി എല്ലാവരും തന്നെ പോയി. ഞങ്ങളും അവിടെയുള്ള ഗ്രഹനാഥനും ഗ്രഹനാഥയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പം കുറച്ച് വൈകി ഇറങ്ങിയത്. പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ഓണസദ്യ പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല. സാരിയൊക്കെ ഉടുത്ത് ഇരുന്നപ്പം നല്ല ആസ്വദിച്ച് ഉച്ചയ്ക്കുള്ള ഓണസദ്യ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ കറീൻ്റെ ടേസ്റ്റൊന്നും ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. പിന്നെ രാത്രിയിൽ ഞങ്ങൾ ഓണസദ്യ കഴിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങളും അവരോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങളും ഇറക്കി വിട്ടു. അല്ല കേട്ടോ, ഞങ്ങൾ സ്വന്തമായിട്ട് ഇറങ്ങിയതാണ്. ഇനി ഇറങ്ങിപ്പോയില്ലെങ്കിൽ അവർ ഇറക്കി വിട്ടേനെ. പിന്നെ ഇവിടെ എന്തൊക്കെയൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പുതിയ തെലുഗു മൂവി കാണാൻ പോയി. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ വെക്കാം, പ്രയർ റൂമിന്റെ അവിടെ. No, it's not car. Then tomorrow you keep. No, today you just. No, after. അങ്ങനെ ഈ വർഷത്തെ ഓണപരിപാടികളൊക്കെ കഴിഞ്ഞ് സമയം 10-12 മണി. രാവിലെ ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്താണ് ഓണം പ്രോഗ്രാമിന്റെ. എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവാണ് രണ്ടുപേരും. ക്ഷീണിച്ചോളം കിട്ടൂ. ഞാൻ ഭയങ്കരമായിട്ട് ടയർഡായി. ടയർഡായി മീൻസ് ഇന്നലെ ഇവനൊന്നും എന്തായാലും കുക്കിംഗ് ഒന്നിനും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് തെലുഗുല് ഐ ഡോണ്ട് നോ. തെലുഗുല് സംസാരിക്കാം. അപ്പം എല്ലാവർക്കും എനിവേ എല്ലാവർക്കും അഗൈൻ വൺസ് മോർ ഓണാശംസകൾ. ഓണം ശുഭാകാംക്ഷలు. അപ്പം ഇനി നെക്സ്റ്റ് ഇയർ ഓണം എന്താവും നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഉത്രാടവും ഓണവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.